ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്നോ? ഇഞ്ചിക്കറി. അങ്ങനെ മീനൊന്നും കിട്ടാനില്ലാത്ത ഈ ഒരു സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു അടിപൊളി ഇഞ്ചിക്കറി ഒന്ന് തയ്യാറാക്കിയാലോ? അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു അടിപൊളി ഇഞ്ചിക്കറി എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. അതിനുവേണ്ടി ഇഞ്ചിയുടെ തൊലിയൊക്കെ മാറ്റി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറു തീയിലിട്ട് ഇഞ്ചി ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. അതുവരെ നമുക്കൊന്ന് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇഞ്ചി ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ആവശ്യത്തിന് പുളിവെള്ളം എടുത്തതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇഞ്ചി വറുത്തെടുത്ത അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് കടുക് വറുത്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കലക്കി വെച്ചേക്കുന്ന ആ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ തിളച്ച് നല്ലൊരു മണം വരും. ഇഞ്ചിയും ആ മസാല എല്ലാം കൂടി നല്ലൊരു മണം വരും. നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ രുചികരമായ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.